Hi, good morning. Good morning, my dear students. Okay. So last class we already discussed about the sternoclavicular joint. Okay, we discussed the anatomy and what are the ligaments. We discussed the anatomy, then the ligaments. Okay, here in the picture you can see that the sternoclavicular joint in medial side, the manubrium articulating with the medial end of the clavicle. Okay, and also we discussed about the what is a sternoclavicular disc. This is the pictures of sternoclavicular disc. Okay, it's ഈ സ്റ്റെണോക്ലാവിക്കുലർ ഡിസ്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻകോൺഗ്രുവൻസി എന്നതിന് കോൺഗ്രുവൻസി, അതായത് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാം, പിക്ചറിൽ തന്നെ കാണാം. ഇതിനകത്ത് മീഡിയൽ ആൻഡ് അറ്റാച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നോട്ട് അറ്റാച്ചിങ് വിത്ത് ദറ്റ് മാനുബ്രിയം. സോ കംപ്ലീറ്റ് ആർട്ടിക്കുലേഷൻ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ സ്റ്റെണോക്ലാവിക്കുലർ ഡിസ്ക് ആണ്. ആൻഡ് ഇൻഫീരിയർലി യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ കോസ്റ്റോ ക്ലാവിക്കുലർ, മീൻസ് എന്താണ്, ഫസ്റ്റ് റിബും കൂടി കാണാം. ഓക്കെ, ഇൻ ദ ലോവർ പാർട്ട്. ഓക്കെ, then after we discussed about the sternoclavicular disc, what is disc, then okay, next we are going to sternoclavicular joint capsule and ligaments. Okay, here we have three ligaments: the sternoclavicular ligament, costoclavicular ligament and interclavicular ligament. In this picture you can see that the sternoclavicular ligament കാണാം, ഇവിടെ ആൻറ്റീരിയർ സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻറ്റ് കാണാം, പിന്നെ ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻ്റ് അവിടെ കാണാം. then എന്താണ്, നമുക്ക് കോസ്റ്റോക്ലാവിക്കുലർ ലിഗമെൻ്റ് ആണ്. കോസ്റ്റോക്ലാവിക്കുലർ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ആൻറ്റീരിയർ ലാമിന ആൻഡ് പോസ്റ്റീരിയർ ലാമിന. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇത്, സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ദ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻറ്റ്സ് റീഇൻഫോഴ്സസ് ദ ക്യാപ്സ്യൂൾ and function primarily to check anterior and posterior translatory movement of the medial end of the clavicle. അതായത് നമുക്ക് ഇതിനകത്ത് സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻറ്റ് ആൻറ്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻ്റ് ഉണ്ട്. ഈ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയൽ എൻഡ്, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, മീഡിയൽ എൻഡാണ് നമുക്ക് 3 ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് സുപ്പീരിയർ ട്രാൻസ്ലേഷൻ ഉണ്ട്, മീഡിയൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, ലാറ്ററൽ ട്രാൻസ്ലേഷൻ, ഇൻഫീരിയർ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓക്കെ, ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ, അതായത് മീഡിയൽ എൻഡ് എന്ത് ചെയ്യുന്നത്, നമ്മളെ മാനുബ്രിയത്തിൽ നിന്ന് ആൻറ്റീരിയർലി ട്രാൻസ്ലേഷൻ, അതായത് ചെക്ക് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ, അതായത് ആൻറ്റീരിയറിലോട്ടും പോസ്റ്റീരിയറിലോട്ടും മീഡിയൽ എൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യലാണ് ഇത് സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻ്റ് മെയിൻ ഫംഗ്ഷൻ. ഇപ്പോൾ ആൻറ്റീരിയർ ലിഗമെൻ്റ് എന്താണ്, ഫ്രണ്ടിലോട്ടും പോസ്റ്റീരിയർ ലിഗമെൻ്റ് പോസ്റ്റീരിയറിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ട്രാൻസ്ലേഷൻ പ്രിവെൻറ്റ് ചെയ്യലാണ് ഈ സ്റ്റെർണോക്ലാവിക്കുലർ ലിഗമെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ദെൻ സെക്കൻഡ് വൺ, കോസ്റ്റോക്ലാവിക്കുലർ ലിഗമെൻറ്റ്. The costoclavicular ligament is very strong ligament found in between the clavicle and first rib. In the picture you can see that the costoclavicular ligament which is attaching in between the the clavicle and first costal cartilage. അതായത് ഫസ്റ്റ് റിബിൻ്റെയും ക്ലാവിക്കിളിൻ്റെ ഇൻ ബിറ്റ്വീൻ കാണുന്നതാണ് ഏത്, costoclavicular ligament. Here we have the anterior lamina and posterior lamina. The anterior lamina has fibers directly laterally from the first rib. അതായത് ആൻറ്റീരിയർ ലാമിന നിങ്ങൾക്ക് നോക്കാം, ക്ലാവിക്കിളുടെ എന്താണ് ലാറ്ററൽ പാർട്ടിൽ നിന്ന് മീഡിയലോട്ടാണ് വരുന്നത്. ഓക്കെ, ദ ആൻറ്റീരിയർ ലാമിന ഫൈബേഴ്സ് ഡയറക്റ്റഡ് ലാറ്ററലി ഫ്രം ദി ഫസ്റ്റ് റിബ് ടു ക്ലാവിക്കിൾ. അതായത് ലാറ്ററലി ഫ്രം ഫസ്റ്റ് റിബിൽ നിന്ന് ലാറ്ററലിയാണ് ഏത് ക്ലാവിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അതായത് ഫൈബേഴ്സ്. ഓക്കെ, ദെൻ ദ ഫൈബേഴ്സ് ഓഫ് ദ പോസ്റ്റീരിയർ ലാമിന ആർ ഡയറക്റ്റഡ് മീഡിയലി ഫ്രം ദി റിബ് ടു ദി ക്ലാവിക്കിൾ. അതായത് മീഡിയലോട്ടാണ് ഇതിൻ്റെ, നിങ്ങൾ നോക്കാം ഇതിനകത്ത് പോസ്റ്റീരിയർ ലാമിന നോക്കാം, മീഡിയലോട്ടാണ് ഇതിൻ്റെ ഫൈബേഴ്സ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലാവിക്കിലേക്ക്. ദെൻ ആൻറ്റീരിയർ ലാമിന നോക്കുക, ലാറ്ററലോട്ടാണ് അതിൻ്റെ ഫൈബേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, then both segment check elevation of the lateral end of the clavicle. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം, ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതാണ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ലാറ്ററൽ എൻഡിൻ്റെ എലിവേഷനെയും
ഡിപ്രഷൻ എന്ത് ചെയ്യുന്നത്, ഹൈപ്പർ ആവാണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതിനെ നോക്കുന്നതും കാര്യങ്ങളെന്താണ്, ആ മീഡിയൽ ആർട്ടിക്കുലേഷന് എപ്പോഴും എന്താണ് ആ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ അവിടെ തന്നെ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത്, ഈ രണ്ട് ലാമിനാസ്, മീഡിയൽ എലിവേഷനും ഡിപ്രഷനും. ഓക്കെ, ബോത്ത് സെഗ്മെൻറ്റ് എലിവേഷൻ ആൻഡ് ലാറ്ററൽ എൻഡ് ഓഫ് ദി ക്ലാവിക്കൽ, അതായത് എലിവേഷൻ്റെ സമയത്ത് ഹൈപ്പർ എലിവേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏത്, ഇതിൻ്റെ ലാമിന മീൻസ് എന്താണ് കോസ്റ്റോ ക്ലാവിക്കുലർ ലിഗമെൻറ്റിൻ്റെ ഫംഗ്ഷൻ. ദ ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റ് റെസിസ്റ്റ് എക്സസീവ് ഡിപ്രഷൻ ഓഫ് ദി ഡിസ്റ്റൽ ക്ലാവിക്കൽ അറ്റ് ദി സുപ്പീരിയർ ഗ്ലൈഡ് ഓഫ് ദി മീഡിയൽ എൻഡ് ഓഫ് ദി ക്ലാവിക്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റോ ക്ലാവിക്കുലർ ലിഗമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എലിവേഷൻ എന്ന് പറയുന്നത് മേലോട്ടേക്ക് പോകുന്നത്, അതായത് ലാറ്ററൽ എൻഡ് മേലോട്ട് പോകും. എക്സസീവായിട്ട് ലാറ്ററൽ എൻഡ് മേലോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, ദ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റിൽ ഡിസ്ലൊക്കേഷൻ, അതായത് അവിടെ നിന്നുണ്ടാകുന്ന ജോയിൻറ്റിന് ഡിസ്ലൊക്കേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏത്, ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. പിന്നെ അതേപോലെ തന്നെ കോസ്റ്റോ ക്ലാവിക്കുലർ ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നേരെ കാണാം, ഈ പിക്ചറിൽ തന്നെ താഴോട്ടേക്ക് പോകുന്നു. ഈ ലിഗമെൻറ്റ് എന്താണ്, ഈ ക്ലാവിക്കൽ ലാറ്ററൽ എൻഡ് താഴോട്ടേക്ക് പോകുന്നതാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സസീവായിട്ട് ഡിപ്രഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആര്, ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റ്. ഇൻ്റർ ക്ലാവിക്കുലർ ലിഗമെൻറ്റ് എക്സസീവായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് കോസ്റ്റോ ക്ലാവിക്കുലർ ലിഗമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സസീവായിട്ട് എലിവേഷനിലേക്ക് പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നോർമൽ റേഞ്ചിനേക്കാൾ എക്സസീവായിട്ട് പോകുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റിൽ എന്താണ് നമുക്ക് ഡിസ്ലൊക്കേഷൻ സംഭവിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈസ് സ്റ്റേണോ ക്ലാവിക്കുലർ മോഷൻസ്. ഹാവ് നമുക്ക് സ്റ്റേണോ ക്ലാവിക്കുലർ മോഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 3 റൊട്ടേറ്ററി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് ദി സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. നമുക്ക് മെയിൻലി നമുക്ക് എന്താണ് 3, അതായത് 3 റൊട്ടേറ്ററി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഒന്ന് ഈസ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ. ഓക്കെ, ദ സെക്കൻഡ് വൺ പ്രൊട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ, and the third one anterior and posterior rotation of this clavicle. ഇതാണ് 3 റൊട്ടേറ്ററി ഡിഗ്രി, അതായത് നമുക്ക് മൂവ്മെൻറ്റ്സ് മെയിൻലി വിസിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റൊട്ടേറ്ററി ഓഫ് ഡിഗ്രി എന്ന് പറയുന്നതാണ് ഈ 3. അതായത് ഒന്ന് എലിവേഷൻ, ഡിപ്രഷൻ, ഓക്കെ, ദ സെക്കൻഡ് വൺ ദ പ്രൊട്രാക്ഷൻ, റിട്രാക്ഷൻ, ആൻഡ് ദ തേർഡ് വൺ the anterior and posterior rotation of the clavicle. ഓക്കെ, അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ here we have 3 degrees of translatory motion at the sternoclavicular joint can also occur through their very small magnitude. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 റൊട്ടേറ്ററി ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വിസിബിളാണ്, കാണാൻ പറ്റുന്നതാണ്. എന്താണ് മൂവ്മെൻറ്റ് ഏതൊക്കെ നമുക്ക് വിസിബിളായിട്ട് നല്ല ഡിഗ്രി, അതായത് റേഞ്ച് കൂടുതലാണ്. ഈ ട്രാൻസ്ലേറ്ററി ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സ്മോൾ മാഗ്നിറ്റ്യൂഡ്, അതായത് വലിയ റേഞ്ചൊന്നുമില്ല, കുഞ്ഞു മാഗ്നിറ്റ്യൂഡിൽ മാത്രമാണ് ഇതിനുള്ളത്. അതിനകത്ത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ട്രാൻസ്ലേഷൻ, മിഡിൽ ആൻഡ് ലാറ്ററൽ ട്രാൻസ്ലേഷൻ, ആൻഡ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ട്രാൻസ്ലേഷൻ. അപ്പോൾ നമുക്ക് ആ പിക്ചർ അതിൻ്റെ തന്നെ നമുക്ക് പറയാം, അതായത് മീഡിയൽ എൻഡ്, അതായത് ക്ലാവിക്കുലർ ആൻറ്റീരിയറിലും പോസ്റ്റീരിയറും ട്രാൻസ്ലേറ്റ് ചെയ്യും. എവിടുന്ന്, ഈ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് നിങ്ങൾക്ക് കാണാം. ഈ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചത്. നമുക്ക് ആദ്യം ട്രാൻസ്ലേഷൻ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, മീഡിയൽ എൻഡിൽ എന്താണ്, മീഡിയൽ എൻഡിൽ ദ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് നമുക്ക് കാണാം. സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് എന്ന് പറയുന്നത് മീഡിയൽ എൻഡ് ഓഫ് ദ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റിംഗ് വിത്ത് ദി മാനുബ്രിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ അകത്ത് പിക്ചറിൽ കാണാം, അതിൻ്റെ അകത്ത് ഈ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് നിന്ന് ക്ലാവിക്കിൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഒന്ന് ആൻറ്റീരിയർ, അതായത് നിങ്ങൾ നിൽക്കുന്ന ഫ്രം ദി അനാട്ടമി പൊസിഷന് ആൻറ്റീരിയറിലോട്ട് ക്ലാവിക്കിൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, പോസ്റ്റീരിയറിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അനാട്ടമി പൊസിഷൻ നിൽക്കുന്ന സമയത്ത് ഈ മീഡിയൽ എൻഡ് എന്താണ് സുപ്പീരിയർലി ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇൻഫീരിയർലി ട്രാൻസ്ലേറ്റ് ചെയ്യും. മാത്രമല്ല മീഡിയലി ട്രാൻസ്ലേറ്റ് ചെയ്യും, ലാറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യും. ഈ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ മാഗ്നിറ്റ്യൂഡാണ്. നമ്മൾ ഈ എലിവേഷൻ, ഡിപ്രഷൻ, പ്രൊട്രാക്ഷൻ, റിട്രാക്ഷൻ ആൻഡ് എലിവേഷൻ, ഡിപ്രഷൻ, പ്രൊട്രാക്ഷൻ, റിട്രാക്ഷൻ, ഓക്കെ, ഇങ്ങനെ ഈ എലിവേഷൻ ഉണ്ട്, പിന്നെ ആൻറ്റി റൊട്ടേഷൻ, പോസ്റ്റീരിയർ റൊട്ടേഷൻ, ഈ മൂവ്മെൻറ്റ്സിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് ട്രാൻസ്ലേറ്ററി മോഷൻസ് ആണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇൻ ഹ്യൂമൻ ബോഡി there is no pure translatory motion and there is no pure rotatory motion. The majority of movements which takes place a combination of translatory and rotatory motion. അപ്പോൾ നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് റൊട്ടേഷൻ, അതായത് എലിവേഷൻ, ഡിപ്രഷൻ, പ്രൊട്രാക്ഷൻ, റിട്രാക്ഷൻ, ഈ മൂവ്മെൻറ്റ്സിൻ്റെ കൂടെ എന്താണ് അക്കമ്പനി ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഏത്, സുപ്പീരിയർ ട്രാൻസ്ലേഷൻ, ഇൻഫീരിയർ ട്രാൻസ്ലേഷൻ, ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ, പോസ്റ്റീരിയർ ട്രാൻസ്ലേഷൻ ആൻഡ്
മീഡിയൽ ആൻഡ് ലാറ്ററൽ ട്രാൻസ്ലേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രം സ്റ്റാൻഡിങ് അനാട്ടമിക് പൊസിഷൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്ലാവിക്കലിൻ്റെ മീഡിയൽ ആൻഡ് മൈൻഡിലേക്കാണ്, അത് ആൻറ്റീരിയറിൽ മൂവ് ചെയ്യുന്നത് ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ, ആൻഡ് പോസ്റ്റീരിയർലി മൂവ് ചെയ്യുന്നത് പോസ്റ്റീരിയർ ട്രാൻസ്ലേഷൻ, ദെൻ ദി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർലി മൂവ് ചെയ്യുന്നത് ഇൻഫീരിയർ സുപ്പീരിയർ ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻഫീരിയർ ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 ഡിഗ്രീസ്, വലിയ ലാർജ് ഡിഗ്രിയുള്ള മൂവ്മെൻറ്റാണ്, റൊട്ടേറ്റഡ് ഡിഗ്രിയാണ്. ഏത് എലിവേഷൻ, ഡിപ്രഷൻ, റിട്രാക്ഷൻ ആൻഡ് ആൻറ്റീരിയർ റൊട്ടേഷൻ ആൻഡ് പോസ്റ്റീരിയർ റൊട്ടേഷൻ ഓഫ് ദി ക്ലാവിക്കിൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്താണ്, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ബയോമെക്കാനിക്സിൽ ഓൾ ഓവർ പഠിക്കുന്നത്. ബയോമെക്കാനിക്സിനകത്ത് ഓരോ ജോയിൻസും അതിനകത്തുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ അല്ലാണ്ട് തന്നെ കുഞ്ഞു ജോയിൻസിലുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദി ക്ലാവിക്കിൾ. അപ്പോൾ ക്ലാവിക്കിളിൻ്റെ എലിവേഷനും ഡിപ്രഷനും ഏത് സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റിൽ ഒക്കർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഏത് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ. ഓക്കെ, എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഒക്കേഴ്സ് അറൗണ്ട് ആൻഡ് ആക്സ് അപ്രോക്സിമേറ്റ്ലി ആൻഡ്രോപോസ്റ്റീരിയർ ആക്സിസ്. ആൻഡ്രോപോസ്റ്റീരിയർ ആക്സിസിലാണ് ഏത് എലിവേഷനും ഡിപ്രഷനും എന്നുള്ള റേഞ്ച് ഓഫ് മോഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ബിറ്റ്വീൻ convex clavicular surface and concave surface of the formed by the manubrium and first costal cut. അതായത് sternoclavicular jointലാണ് ആ മൂവ്മെൻറ്റ്സ്. വിത്ത് എലിവേഷൻ the lateral clavicle rotates upward and with depression the lateral clavicle rotates downwards. അതായത് റൊട്ടേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതിനകത്ത് എലിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ അതായത് ലാറ്ററൽ ക്ലാവിക്കിൾ നേരെ സുപ്പീരിയർലി റൊട്ടേറ്റ് ചെയ്യും, അതായത് നമുക്ക് സുപ്പീരിയറിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഇത് എലിവേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാറ്ററൽ ക്ലാവിക്കിൾ ഡൗൺവേർഡ്സ് പോകുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് വിത്ത് എലിവേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ക്ലാവിക്കിൾ വിച്ച് റൊട്ടേറ്റ്സ് അപ്വേർഡ് ആൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ദ ലാറ്ററൽ ക്ലാവിക്കിൾ വിച്ച് റൊട്ടേറ്റ്സ് ഡൗൺവേർഡ്സ്. ഓക്കെ, ദ റേഞ്ച് ഓഫ് അവൈലബിൾ ക്ലാവിക്കുലർ എലിവേഷൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് അപ് ടു 48 ഡിഗ്രി. ഓക്കെ, എലിവേഷൻ എന്ന് പറയുന്നത് അതായത് ക്ലാവിക്കുലർ എലിവേഷൻ എന്ന് പറയുന്നത് 40 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. വേറസ് ദ പാസീവ് ഡിപ്രഷൻ ഈസ് ഫോംഡ് ലിമിറ്റഡ് ഓൺ ദ ആവറേജ് ലെസ് ദാൻ 15 to 15 ഡിഗ്രി. അതായത് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ആക്റ്റീവായി, നമ്മൾ എന്താണ് ആക്റ്റീവായി ചെയ്യുന്നത് എന്താണ് 40 ഡിഗ്രിയാണ്. 15 ഡിഗ്രിയാണ് പാസീവിൽ, അതായത് എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഡിപ്രഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്. അപ്പോൾ 40 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് കൂടുതലായിട്ട് എന്താണ് മെജോറിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ ഓഫ് ദി ക്ലാവിക്കുലർ. അപ്പോൾ പ്രൊട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് ക്ലാവിക്കുലർ പ്രൊട്രാക്ഷൻ റിട്രാക്ഷനേക്കാളും മുന്നേ നമുക്ക് പ്രൊട്രാക്ഷൻ റിട്രാക്ഷൻ എന്താണെന്ന് ഞാൻ ആ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡേഴ്സ് എന്താണ് ഫ്രണ്ടിലോട്ട് ഷ്രഗ് ചെയ്യുക, അതായത് ഷോൾഡേഴ്സ് ഫ്രണ്ടിലോട്ട് വരുന്നത് പ്രൊട്രാക്ഷനും, പിന്നെ എന്താണ് നമ്മുടെ സ്കാപ്പുല. ഓക്കെ, ലീവ് ഇറ്റ്. അതായത് നമ്മുടെ സ്കാപ്പുലേൻ്റെ മൂവ്മെൻറ്റ് നോക്കുക, സ്കാപ്പുലേൻ്റെ അപ്പെക്സ് അല്ലെ മീഡിയൽ ബോർഡേഴ്സ് എവേ പോകുന്നത് പ്രൊട്രാക്ഷനും, ദ മീഡിയൽ ബോർഡേഴ്സ് ബാക്ക് ടു എന്താണ് ക്ലോഷർ വരുന്നത് റിട്രാക്ഷനാണ്. അതാണ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രൊട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സുപ്പീരിയർ വ്യൂ നമ്മൾ മേലെ നോക്കുന്ന ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ യെല്ലോയിഷ് അല്ല, ആ റെഡിഷ് ആയിട്ട് ഡോട്ടഡ് ആയിട്ടുള്ളതാണ് ഇത് ക്ലാവിക്കിൾ മൂവ് ചെയ്തത്. ഓക്കെ, അതപ്പോൾ മീഡിയൽ നിന്ന് നമുക്ക് എന്താണ് മീഡിയൽ എൻഡിൽ മാനുബ്രിയം കാണാം. മീഡിയൽ എൻഡിൽ എന്താണ് നമുക്കുള്ളത് ദ മീഡിയൽ എൻഡ് ഓഫ് ദി ക്ലാവിക്കിൾ. ലാറ്ററൽ എൻഡിൽ നിങ്ങൾക്ക് കാണാം ലാറ്ററൽ എൻഡ് ഓഫ് ദി ക്ലാവിക്കിൾ ആൻഡ് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് കാണാം, സ്കാപ്പുല കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് സുപ്പീരിയർ, നമ്മുടെ സുപ്പീരിയർ വ്യൂ മേലെ നോക്കുന്ന വ്യൂ ആണിത്. അപ്പോൾ ഇതിനകത്ത് പ്രൊട്രാക്ഷൻ റിട്രാക്ഷൻ പിക്ചേഴ്സിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആൻറ്റീരിയർ, അതായത് മാനുബ്രി ഉള്ളത് ആൻറ്റീരിയർ പോർഷനും സ്കാപ്പുലുള്ളത് നമ്മുടെ ബോഡീൻ്റെ പോസ്റ്റീരിയർ. അതിനകത്ത് നിങ്ങൾക്ക് നോക്കാം ക്ലാവിക്കിളിൻ്റെ ലാറ്ററൽ എൻഡ് ഇങ്ങോട്ട് പോകുന്നു, ആൻറ്റീരിയറിലോട്ട് പോകുന്നത് പ്രൊട്രാക്ഷനും, ക്ലാവിക്കിളിൻ്റെ ലാറ്ററൽ എൻഡ് ബാക്ക്വേർഡ് വരുന്നത് പോസ്റ്റീരിയറിലോട്ട് വരുന്നത് റിട്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊട്രാക്ഷനും റിട്രാക്ഷനും. The protraction and retraction of the clavicle occurs at the sternoclavicular joint around approximately vertical axis. Vertical axis ആണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. With protraction, the lateral clavicle rotates anteriorly. Okay, with protraction, the lateral clavicle
moves anteriorly അല്ലെങ്കിൽ rotates anteriorly. Then with retraction the lateral clavicle rotates posteriorly. നിങ്ങൾ നോക്കുക, റിട്രാക്ഷനകത്ത് എന്താണ്, ലാറ്ററൽ ക്ലാവിക്കിൾ പോസ്റ്റീരിയറിലോട്ട് വരുന്നതാണ് റിട്രാക്ഷൻ. ഓക്കെ, ഡ്യൂറിങ് പ്രൊട്രാക്ഷൻ, അപ്പോൾ പ്രൊട്രാക്ഷൻ റിട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വിത്ത് പ്രൊട്രാക്ഷൻ ലാറ്ററൽ ക്ലാവിക്കിൾ റൊട്ടേറ്റ് ആൻറ്റീരിയർലി. അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കുക, മൂവ്മെൻറ്റ്സ് നോക്കുന്ന സമയത്ത് അനാറ്റമിക് പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ എലിവേഷൻ ഡിപ്രഷൻ നമ്മൾ നോക്കി. പ്രൊട്രാക്ഷൻ റിട്രാക്ഷൻ ലാറ്ററൽ ക്ലാവിക്കിൾ മൂവ് ചെയ്യുന്നത് ആൻറ്റീരിയറിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് പ്രൊട്രാക്ഷനും. ബാക്ക്വേർഡ് പോസ്റ്റീരിയർലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിട്രാക്ഷനും. Okay, during protraction and retraction, the medial clavicle is expected to slide anteriorly on the manubrium and first costal cartilage. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എന്താണ്, ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ പോസ്റ്റീരിയർ ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് എന്താണ് അക്കമ്പനി ചെയ്യുന്നത് വേറെ റേഞ്ച് ഓഫ് മോഷൻ്റെ കൂടെയാണ്. അപ്പോൾ പ്രൊട്രാക്ഷൻ്റെ സമയത്തും റിട്രാക്ഷൻ്റെ സമയത്ത് എന്താണ്, ദ ആൻറ്റീരിയറിൽ നിന്നാണ് ഒരു ആൻറ്റീരിയറിലോട്ട് ഒരു സ്ലൈഡിങ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മീഡിയനിൽ സ്റ്റെർണോ ക്ലാവിക്കുലർ ജോയിൻറ്റിൽ എന്താണ് ഒരു ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് there is about 15 degrees to 20 degrees of protraction and 20 to 30 degree of retraction. അപ്പോൾ 15 മുതൽ 20 ഡിഗ്രീസ് ഓഫ് പ്രൊട്രാക്ഷനും 20 to 30 ഡിഗ്രി വരെ റിട്രാക്ഷനും നമുക്ക് ക്ലാവിക്കിൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ നോക്കി. ഓക്കെ, എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ലാറ്ററൽ ക്ലാവിക്കിൾ വിച്ച് മൂവ്സ് superiorly, that is called elevation. The lateral clavicle which moves downward or inferiorly, which is called depression. Okay, then the protraction and retraction എന്ന് പറയുന്നത് the lateral clavicle the moves അല്ലെങ്കിൽ rotates anteriorly, that is called protraction. The lateral clavicle rotates posteriorly and moves posteriorly, that is called retraction. Okay, hope everybody clear with that, the protraction, retraction and elevation and depression. Okay, then is next one is the anterior and posterior rotation of the clavicle. Okay, the anterior and posterior rotation എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ നോക്കാം. ഇതാണ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മാനുബ്രിയം ഉണ്ട്, അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ദ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ റൊട്ടേഷൻ ഓർ ലോങ് ആക്സിസ് rotation of the clavicle occurs in the spin between the saddle shaped surface of the manubrium, medial clavicle and the manubriocostal face. അതായത് സ്റ്റെർണോ ക്ലാവിക്കുലർ ജോയിൻറ്റിലാണ് ഈ ഇതിൻ്റെ മൂവ്മെൻറ്റ്, അതായത് സ്പിൻ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റെർണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് ക്ലാവിക്കിൾ എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. സ്പിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോൾ റോൾ ചെയ്യുന്നില്ലേ, അതാണ് ദാറ്റ് ഈസ് കോൾഡ് സ്പിൻ. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുക, സ്പിൻ ചെയ്യുന്നത്. The clavicle rotates primarily in one direction from the resting position. ഇതിനകത്ത് നമുക്ക് ഒരു റൊട്ടേഷൻ ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് പൊസിഷനിൽ ഒറ്റ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ ഡയറക്ഷനിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത് ക്ലാവിക്കിൾ. ദ ക്ലാവിക്കിൾ റൊട്ടേറ്റ്സ് പോസ്റ്റീരിയർലി ഫ്രം ദി ന്യൂട്രൽ പൊസിഷൻ ബ്രിങ്ങിങ് ദ ഇൻഫീരിയർ ആസ്പെക്ട് ഓഫ് ദ ക്ലാവിക്കിൾ ഫേസസ് ആൻറ്റീരിയർ. അപ്പോൾ റെസ്റ്റിംഗ് പൊസിഷന് ദ റൊട്ടേഷൻ എന്ന് പറയുന്നത്, ദ പോസ്റ്റീരിയർ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിംഗ് പൊസിഷൻ, ന്യൂട്രൽ പൊസിഷൻ എന്താണ്, ദ ക്ലാവിക്കിൾ റൊട്ടേറ്റ്സ് പോസ്റ്റീരിയർലി. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീരിയർ സർഫേസ്, ക്ലാവിക്കിളിൻ്റെ ഇൻഫീരിയർ സർഫേസ് എന്താവും, ഇസ് ഫേസസ് ആൻറ്റീരിയറിലോട്ട് വരും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും ഉണ്ട് കാണിച്ചു തരാം. ഓക്കെ, അതായത് റൊട്ടേഷൻ എന്ന് പറയുന്നത് റെസ്റ്റിംഗ് മനസ്സിൽ കാണാം, റെസ്റ്റിംഗ് പൊസിഷനിൽ ദ പോസ്റ്റീരിയർ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇൻഫീരിയർ സർഫേസ് എന്താവും, ആൻറ്റീരിയറിലോട്ട് ഫേസ് ചെയ്യും. ഓക്കെ, ദിസ് ആസ് ഓൾസോ ബി റെഫേർഡ് ആസ് ദ ബാക്ക്വേർഡ് ഓർ അപ്വേർഡ് റൊട്ടേഷൻ ഓഫ് റൈദർ ദ പോസ്റ്റീരിയർ റൊട്ടേഷൻ. ഇതിന് നമ്മൾ എന്ത് പറയും, ബാക്ക്വേർഡ് റൊട്ടേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അപ്വേർഡ് റൊട്ടേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പോസ്റ്റീരിയർ റൊട്ടേഷൻ എന്ന് പറയും. From the fully rotated position, the clavicle can rotate anteriorly again to return. അതായത് കംപ്ലീറ്റ്ലി പോസ്റ്റീരിയർ റൊട്ടേഷനിലേക്ക് വന്നു. ഓക്കെ, റെസ്റ്റിംഗ് പൊസിഷനിൽ പോസ്റ്റീരിയർ റൊട്ടേഷനിലേക്ക് വന്നു. ആ റെസ്റ്റിംഗ് പൊസിഷന് ആ ഫുള്ളി പോസ്റ്റീരിയർ റൊട്ടേറ്റഡ് പൊസിഷന് ബാക്ക് ടു ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്ന റൊട്ടേഷനാണ് ആൻറ്റീരിയർ റൊട്ടേഷൻ. ഓക്കെ, ആൻഡ് അവൈലബിൾ ആൻറ്റീരിയർ റൊട്ടേഷൻ ഈസ് പാസ്റ്റ് ന്യൂട്രൽ വെരി ലിമിറ്റഡ്, ജനറലി ഡിസ്ക്രൈബ് ലെസ് ദാൻ 10 ഡിഗ്രി. അപ്പോൾ ഒരു 10 ഡിഗ്രി താഴെ മാത്രമേ നമുക്ക് എന്തായുള്ളൂ, ന്യൂട്രൽ പൊസിഷനിൽ ആൻറ്റി റൊട്ടേഷൻ ഉള്ളൂ. ദ അവൈലബിൾ റേഞ്ച് ഓഫ് മോഷൻ പോസ്റ്റീരിയർ റൊട്ടേഷൻ ഈസ് പോസ്റ്റീരിയർ റൊട്ടേഷൻ എന്ന് പറയുന്നത് 15 ഡിഗ്രി. അപ്പം നമ്മളെന്താണ്, ഇതാണ് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് മാനുബ്രിയം. ഓക്കെ, നോർമൽ പൊസിഷൻ, ഇതിനകത്ത് റെസ്റ്റിംഗ് പൊസിഷന് ഇത് മൂവ് ചെയ്യുന്നത് പോസ്റ്റീരിയർലി റൊട്ടേറ്റ് ചെയ്യും, അതായത് അറൗണ്ട് 50 ഡിഗ്രിയോളം പോസ്റ്റീരിയർലി റൊട്ടേറ്റ് ചെയ്യും. ദെൻ ആഫ്റ്റർ ഫ്രം ദി ബാക്ക്വേർഡ് ഫുള്ളി റൊട്ടേറ്റഡ് പൊസിഷൻ ദ ക്ലാവിക്കിൾ വിച്ച് മൂവ്സ് ആൻറ്റീരിയർലി ഇവിടെ വിത്ത് നോർമൽ ന്യൂട്രൽ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും,
അതിൽ ആൻറ്റീരിയർലി റൊട്ടേറ്റ്, അതാണ് ആൻറ്റിയർ റൊട്ടേഷൻ. അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ്സാണ് നമുക്ക് സ്റ്റേണോ ക്ലാവിക്കുലർ മോഷൻസിനുള്ളത്. സ്റ്റേണോ ക്ലാവിക്കുലർ മോഷനുള്ളത് ഏതൊക്കെ? എലിവേഷൻ, ഡിപ്രഷൻ, പ്രൊട്രാക്ഷൻ, റിട്രാക്ഷൻ ആൻഡ് ആൻറ്റിയർ റൊട്ടേഷൻ ആൻഡ് പോസ്റ്റീരിയർ റൊട്ടേഷൻ. അതിന് നമുക്ക് 3 ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ട്. ഏതൊക്കെ? anterior and posterior translation, medial and lateral translation, superior and inferior translation. These are the motions which are available in the sternoclavicular joint. Then we also discussed about the sternoclavicular ligament, sternoclavicular ligament, costochlavicular ligament and interclavicular ligament. Here we completed the sternoclavicular joint and sternoclavicular motion. Okay, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, sternoclavicular joint നോക്കുക, ഈ വീഡിയോ ഒന്ന് കേൾക്കുക. വിത്ത് ഇനി എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദെൻ ആഫ്റ്റർ നെക്സ്റ്റ് ലൈവ് ക്ലാസ് ഞാൻ നോക്കാം. ഓരോ സെഷനും കൂടി കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാൻ നോക്കാം. ഡെമോ വിത്ത് ബോൺ വെച്ച് ഡെമോ കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ഷോ യു ഇൻ ദ നെക്സ്റ്റ് ലൈവ് ക്ലാസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്തായാലും ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക, നിങ്ങൾ നോക്കുക. എന്തെങ്കിലും മനസ്സിലാകാത്തതുകൊണ്ട് വിളിക്കുക, മെസ്സേജ് അയക്കുക. ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, താങ്ക് യു.